കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ ഒരുപാട് ജെൻസി വിവാഹങ്ങൾ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അതായത് ജെൻസിയിൽപ്പെട്ട 19 വയസ്സുള്ള പെൺകുട്ടി 20 വയസ്സുള്ള ആൺകുട്ടി, അല്ലെങ്കിൽ 19 വയസ്സുള്ള പെൺകുട്ടി 21 വയസ്സുള്ള ആൺകുട്ടി, അങ്ങനെ ഒരു ജെൻസി കാറ്റഗറിയിലെ വിവാഹങ്ങൾ നമ്മൾ ഒരുപാട് സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നുണ്ടായിരുന്നു. അപ്പം ഒരിടയ്ക്ക് അതിന്റെ ട്രോള് തന്നെ ഒരുപാടുണ്ടായിരുന്നു. പിന്നീട് അത് പതിയെ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. ഇപ്പോഴങ്ങനത്തെ ന്യൂസുകൾ നമ്മൾ കാണുന്നത് വളരെ റയർ ആയിട്ടാണ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ജെൻസി ഗേൾസ് പൊതുവെ കുറച്ചുകൂടെ ഓൾഡർ ആയിട്ടുള്ള ആണുങ്ങളോടാണ് അവരുടെ ഒരു താല്പര്യം കാണിക്കുന്നത്, അവരുടെ ഒരു അട്രാക്ഷൻ കാണിക്കുന്നത്. അതായത് ഇപ്പൊ ഒരു 20-21 വയസ്സൊക്കെ ഉള്ള പെൺകുട്ടികൾക്ക് കുറച്ചുകൂടെ ഒരു മെച്യൂർ ആയിട്ടുള്ള 29, 30, 31 ആ ഒരു ഏജ് കാറ്റഗറിയിലേക്കാണ് അവർ കൂടുതൽ അട്രാക്റ്റഡ് ആകുന്നത്. അപ്പൊ അത് എന്തുകൊണ്ടാണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈയിടെയായിട്ട് ഒരുപാട് ജെൻസി പെൺകുട്ടികൾ ഓൾഡർ ആയിട്ടുള്ള ആൺകുട്ടികളുമായിട്ട് റിലേഷൻഷിപ്പിലാകെ അവരെ വിവാഹം കഴിക്കുകയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പലരും പറയുന്നത് പൈസയുടെയാണ്, അല്ലെങ്കിൽ ഷുഗർ ഡാഡി കൺസെപ്റ്റ് ആണ്, ഗേൾസ് കൺഫ്യൂസ്ഡ് ആണ്. അപ്പോൾ ഇങ്ങനെ പല രീതിയിലുള്ള അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടപ്പുണ്ട്. നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം, എന്തുകൊണ്ടാണ് ഈ ഒരു അട്രാക്ഷൻ ഉണ്ടാകുന്നത്. ഫസ്റ്റ് പോയിന്റ് തന്നെ പറയാം, ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ പൈസയുടെയോ അല്ലെങ്കിൽ ഷുഗർ ഡാഡി ഇമേജോ. പൈസ തീർച്ചയായിട്ടും ജീവിതത്തിന്റെ ഒരു പാർട്ടാണ്, അതൊരിക്കലും അല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അത് മാത്രം കണ്ടുകൊണ്ടല്ല ഈ ജെൻസി ഗേൾസ് കുറച്ചുകൂടെ ഓൾഡർ ആയിട്ടുള്ള ഗൈസിലേക്ക് അട്രാക്റ്റഡ് ആകുന്നത്. ഇതൊരു സൈക്കോളജിക്കൽ ബേസിസിൽ നമുക്ക് കൂടുതൽ ഡീപ്പായിട്ട് ഇതിനെ കുറിച്ച് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇമോഷണൽ സേഫ്റ്റിയാണ്. 90% വരുന്ന ജെൻസിയിലെ ആൺകുട്ടികളും അവരിപ്പോഴും സ്വയം കണ്ടെത്തുന്ന ഒരു ഫേസിലാണ്, ഇമോഷണലി റിയാക്റ്റീവ് ആണ്. അതെന്തുകൊണ്ടാണെന്ന് വീഡിയോ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ പറയാം. അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ഈ ഒരു അവസ്ഥയിൽ അവർ ഇൻസെക്യൂർ ആണ്. ഇത് വളരെ നോർമൽ ആണ്, നമ്മൾ വളർന്നു വരുന്ന ആ ഒരു ഫേസിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ്. ഇപ്പൊ ഈ പറയുന്ന 90s കിഡ്സ് ആണെങ്കിലും അവരും ഈ ഒരു ഏജിൽ അവരുടെയും സ്ഥിതി ഇത് തന്നെയാണ്. പക്ഷെ പണ്ടുണ്ടായിരുന്ന പോലല്ല. ഇപ്പോഴത്തെ ജെൻസി ഗേൾസ് എന്ന് പറയുന്ന ഒരു 18-19 വയസ്സാകുമ്പോഴത്തേക്കും മിനിമം ഒരു ലൈഫിൽ ഒരു 2 to 3 റിലേഷൻഷിപ്പ് കഴിഞ്ഞിട്ടുണ്ടാവും. അത് മോസ്റ്റ് പ്രോബബ്ലി ജെൻസി കിഡ്സുമായിട്ട് തന്നെ ആയിരിക്കും. അതായത് ഒരു 18, 19, 20 വയസ്സുള്ള പെൺകുട്ടികളൊക്കെ ആ ഒരു ഏജ് കാറ്റഗറിയിലുള്ള തന്നെ ഒരു 2-3 ആൺകുട്ടികളായിട്ട് റിലേഷൻഷിപ്പ് കഴിഞ്ഞിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അവർ കുറച്ചുകൂടി ഒരു ഓൾഡർ ആയിട്ടുള്ള ആളുമായിട്ട് കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇവർക്ക് ഈ കഴിഞ്ഞ 3 റിലേഷൻഷിപ്പിലും കിട്ടാത്ത ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി, ഇമോഷണൽ കൺസിസ്റ്റൻസി, അതുപോലെ ഒരു ഇമോഷണൽ മെച്യൂരിറ്റി ഒക്കെ ഇദ്ദേഹത്തിൽ ഫീൽ ചെയ്യും. അപ്പൊ പെൺകുട്ടികളുടെ സൈക്കോളജി അനുസരിച്ച് അവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഇമോഷണൽ കൺസിസ്റ്റൻസി, ഇമോഷണൽ സ്റ്റെബിലിറ്റിയാണ്. കാരണം ഹോർമോൺ പരമായിട്ട് അവരുടെ ഒരു ഫിസിക്കൽ കോമ്പോസിഷൻ ആയാലും അവരുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നതെല്ലാം കൂടുതൽ കുറച്ചൊരു ഇമോഷണൽ സേഫ്റ്റിയാണ് അവർ ആഗ്രഹിക്കുന്നത്. കാരണം അവർ പൊതുവെ ഇമോഷണൽ ആണ്. ആൺകുട്ടികളെ അപേക്ഷിച്ച് കുറച്ചുകൂടി ഇമോഷണൽ ആയിട്ട് ചിന്തിക്കുകയും വൈകാരികമായിട്ട് കാര്യങ്ങൾ നോക്കിക്കാണുകയും ചെയ്യുന്ന ആളുകളാണ് പെൺകുട്ടികൾ എന്ന് പറയുന്നത്. ആൺകുട്ടികളുടെ കുറച്ചുകൂടെ ലോജിക്കൽ ബ്രെയിനാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ പെൺകുട്ടികൾ കുറച്ചുകൂടി ഇമോഷണൽ ബ്രെയിൻ ആണ് അവർക്ക് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ബോയ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് കുറച്ച് കൂടുതൽ ഈ സഹാനുഭൂതി അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കുറച്ച് സോഫ്റ്റ് വികാരങ്ങൾ സ്ത്രീകൾക്ക് കൂടുതലുള്ളത്. അവരുടെ ബ്രെയിൻ അങ്ങനെ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്, അവരുടെ ഹോർമോൺസ് അങ്ങനെ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. സോ വെൻ ഇറ്റ് കംസ് ടു എ റിലേഷൻഷിപ്പ്, ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ സെയിം ഏജിൽ വരുന്ന ആൺകുട്ടികൾ, അതായത് ഒരു 19-20 വയസ്സിലൊക്കെ സെയിം ഏജിൽ വരുന്ന ആൺകുട്ടികൾ എന്ന് പറയുന്നത് അവരപ്പോഴും ഗ്രോയിങ് ഫേസിലാണ്. പക്ഷെ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു 16-17 വയസ്സ് അല്ലെങ്കിൽ ഒരു 18 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും അവരുടെ ഒരു ഗ്രോത്ത് കംപ്ലീറ്റ് ആയിട്ട് ഓൾമോസ്റ്റ് എല്ലാ പെൺകുട്ടികളും അവരുടെ ഇമോഷണൽ മെച്യൂരിറ്റിയിലേക്ക് എത്തുന്ന ഒരു സമയമാണ്. പക്ഷെ അപ്പോഴും ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരൊരു ഗ്രോത്ത് ഫേസിലാണ്, ഒരു ഗ്രോയിങ് ഫേസിലാണ്. അവർക്ക് ഈ പറയുന്ന പോലെ നല്ലൊരു ഇമോഷണൽ മെച്യൂരിറ്റിയൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു 22-23 വയസ്സൊക്കെ ആവും. അപ്പോഴായിരിക്കും അവരുടെ ടോട്ടലി അവരുടെ ഗ്രോത്ത് കംപ്ലീറ്റ് അവരും സ്റ്റേബിൾ ആകും. ഈ പറയുന്ന പ്രായത്തിനുള്ളിൽ 2-3 റിലേഷൻഷിപ്പ് കഴിയുമ്പോഴേക്കും ഈ പറയുന്ന ആൺകുട്ടികളിൽ ആ ഒരു ഭൂരിഭാഗം, എല്ലാ ആൺകുട്ടികളല്ലേ പറയുന്നത്, ഭൂരിഭാഗം ആൺകുട്ടികളിലും ആ ഒരു ഇമോഷണൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഇമോഷണൽ സ്റ്റെബിലിറ്റി, കൺസിസ്റ്റൻസി ഒന്നും കണ്ടെത്താൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ആ റിലേഷൻഷിപ്പ് വർക്ക്ഔട്ട് ആവില്ല, പലപ്പോഴും ബ്രേക്കപ്പ് പോകുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ഇവര് ഒരു കുറച്ചുകൂടി ഓൾഡർ ആയിട്ടുള്ള ഒരാളെ, ഒരു ആൺകുട്ടിയെ പരിചയപ്പെടുന്നതും അയാളുമായിട്ട് സംസാരിക്കുന്നു. ലേറ്റ് 20s to 30s സ്റ്റാർട്ടിങ്ങിലുള്ള ഒരാളെ പരിചയപ്പെടുന്നതും സംസാരിക്കുന്നു. അപ്പൊ അവർക്ക് മോസ്റ്റ് പ്രോബബ്ലി ഫീൽ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ അവരുടെ റിലേഷൻഷിപ്പുകളിൽ അവർക്ക് കിട്ടാത്ത ആ ഒരു ഇമോഷണൽ സെക്യൂരിറ്റി, ആ ഒരു ഇമോഷണൽ മെച്യൂരിറ്റി, അവരുടെ ആ ഒരു വൈകാരികമായിട്ടുള്ള ആ ഒരു സുരക്ഷിതത്വം അവർക്ക് ഫീൽ ചെയ്യും. സോ അത് തന്നെയാണ് ഇവരെ ഇതിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിക്കുന്ന ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫസ്റ്റ് ഫേസ് കഴിഞ്ഞ് സെക്കൻഡ് ഫേസിലേക്ക് വന്നു കഴിയുമ്പോൾ പിന്നെ അവിടെ വർക്ക് ചെയ്യുന്ന ഈ ഗുഡ് ലുക്സ് അല്ലെങ്കിൽ അതുപോലെ തന്നെ എന്താ പറയുന്ന ഒരു ചാമിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കാൾ കൂടുതൽ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കുറച്ചുകൂടെ ഡീപ്പർ ആയിട്ടുള്ള, കുറച്ചുകൂടെ മെച്യൂർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ പലപ്പോഴും ഞാൻ ഈ പറഞ്ഞ പോലെ ഈ യങ് ആയിട്ടുള്ള ബോയ്സ് അവരുടെ ആ ഒരു ഗ്രോയിങ് ഫേസിലായതുകൊണ്ട് തന്നെ പലപ്പോഴും ഭൂരിഭാഗം ആൺകുട്ടികൾക്കും ആ കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കാറില്ല. അവർ പലപ്പോഴും ഹൈലി റിയാക്റ്റീവ് ആയിരിക്കും, ഇമ്മച്യൂർ ആയിട്ട് ചിലപ്പോൾ പെരുമാറും, പല കാര്യങ്ങളിലും കൺസിസ്റ്റന്റ് ആയിരിക്കില്ല. അപ്പൊ ഇതൊക്കെ തന്നെ ഒരു പെൺകുട്ടിയെ അപേക്ഷിച്ച് ഭയങ്കരമായിട്ട് അവരെ ഇമോഷണലി ഡ്രെയിൻ ചെയ്യിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവര് ആ ഒരു റിലേഷൻഷിപ്പിൽ ഇൻസെക്യൂർ ആകാം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഇൻസെക്യൂരിറ്റി ഒക്കെയാണ് പലപ്പോഴും അവരെ ആ റിലേഷൻഷിപ്പിൽ നിന്ന് മാറ്റി നിർത്തുന്നത്.
ബന്ധങ്ങളൊന്നും ആ റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്. കാരണം ഇവർ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അവർ ഇൻസെക്യൂർ ആകുക എന്ന് പറയുമ്പോൾ അവരുടെ ആ ഒരു സ്റ്റെബിലിറ്റി, മൊത്തത്തിലുള്ള സ്റ്റെബിലിറ്റിയെ തന്നെ, അവരുടെ ലൈഫിനെ തന്നെ ടോട്ടലി ഡിസ്ട്രാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. സോ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനാണ് ഇവർ കുറച്ചുകൂടെ മെച്യൂർ ആയിട്ടുള്ള, ഓൾഡർ ആയിട്ടുള്ള ഒരു ആൺകുട്ടിയെ പരിചയപ്പെടുന്ന, ഒരു പുരുഷനെ പരിചയപ്പെടുമ്പോൾ കഴിഞ്ഞ റിലേഷൻഷിപ്പിൽ കിട്ടാതിരുന്ന പല കാര്യങ്ങളിലും അയാളിൽ കണ്ടെത്താൻ സാധിക്കുകയും അയാളിലേക്ക് അട്രാക്റ്റഡ് ആവുകയും ചെയ്യും. അവർക്ക് അവിടെ ഒരു സെക്യൂരിറ്റി ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ ഈ പ്രേമിച്ച് നടക്കുന്ന പോലെയല്ല ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറയും. ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ഒരു ജീവിതത്തിന്റെ കാര്യം ഒക്കെ, ഒരു വിവാഹ ബന്ധത്തിന്റെ കാര്യമൊക്കെ ചിന്തിക്കുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നത് കുറച്ചുകൂടെ ഓൾഡർ ആയിട്ടുള്ള മെന്നിലാണ്. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഇങ്ങനെ കണ്ടുവരുന്നത്. ഇപ്പൊ ഇതിനു മുമ്പുള്ള നമ്മൾ പല യങ് വിവാഹങ്ങളും കണ്ടിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അടിച്ചു പിരിഞ്ഞ് പോകുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അവർ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് അതിനെപ്പറ്റി പറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ മെച്യൂർ ആയിട്ട് വിവാഹം കഴിക്കുന്നത് അടിച്ചു പിരിഞ്ഞ് പോകുന്നില്ലെന്നല്ല, പക്ഷെ കമ്പാരേറ്റീവ്ലി കുറച്ചുകൂടെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം സമാധാനവും സെക്യൂരിറ്റിയും ആണ് എക്സൈറ്റ്മെന്റിനേക്കാളും കുറച്ചുകൂടെ അവർക്ക് ഇമ്പോർട്ടന്റ്. അതായത് ഈ പ്രേമിച്ച് നടക്കുന്ന ഒരു ഫേസ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഒരു പെൺകുട്ടിക്ക് സമാധാനമായിട്ടിരിക്കുക, അതുപോലെ തന്നെ ആ ഒരു സെക്യൂരിറ്റി ഫീൽ ചെയ്യുക എന്നുള്ളതാണ് അവർക്ക് കുറച്ചുകൂടെ എക്സൈറ്റഡ് ആയിട്ട് പോകുന്നത്. നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും ഗേൾസ് ടോക്സിക് ആയിട്ടുള്ള ആണുങ്ങൾക്ക് പുറകെ പോകുന്നതായിട്ട് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യൽ ഫേസിലെ ടോക്സിക് മാസ്കുലിനിറ്റി അവർക്ക് ഭയങ്കര സെക്യൂരിറ്റി ഫീൽ ചെയ്യിപ്പിക്കും. ഭയങ്കര പ്രൊട്ടക്റ്റീവ് ആയിട്ടും ഇയാൾ കൂടെ ഉണ്ടല്ലോ എനിക്കൊന്നും സംഭവിക്കില്ല എന്നുള്ള ഫീലൊക്കെ ഈ ഭയങ്കര ടോക്സിക് ആയിട്ട് അർജുൻ റെഡ്ഡി ലെവലിൽ നടക്കുന്ന ബോയ്സിൽ അവർക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യും. പക്ഷെ കുറച്ച് കഴിഞ്ഞ് മുന്നോട്ട് ആ റിലേഷൻഷിപ്പ് പോകുമ്പോഴാണ് പലപ്പോഴും അത് അവർക്ക് ഭയങ്കര രീതിയിലുള്ള ഒരു വീർപ്പുമുട്ടലും ഒരു ശ്വാസമുട്ടലും ഒക്കെ ഉണ്ടാക്കുന്നത്. സോ അതുകൊണ്ടാണ് ഇത്രയൊക്കെ പ്രശ്നങ്ങളും ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. വീണ്ടും ടോക്സിക് മാസ്കുലിനിറ്റി കാണുമ്പോൾ അതിലേക്ക് ഗേൾസ് അട്രാക്റ്റഡ് ആകുന്നത്. സോ അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ ഒരു ജനറ്റിക് ഫോർമേഷൻ ആണ്, അവരുടെ ഒരു ഹോർമോൺസ് അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഈ പറഞ്ഞ പോലെ യങ് ഗേൾസ് ഓൾഡർ മെൻ അവരെ കണ്ടുമുട്ടുമ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്ന ഈ ടോക്സിക് മാസ്കുലിനിറ്റി ഇല്ലാത്ത രീതിയിൽ ഒരു സെക്യൂരിറ്റി അവർക്ക്, ഒരു കംഫർട്ട് അവർക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് അവർ ഒരു മാരേജിന്, വിവാഹ ബന്ധത്തിന് തയ്യാറാവുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കാം ആൻഡ് കോൺഫിഡൻസ് ആണ്. കുറച്ചുകൂടെ ഓൾഡർ ആയിട്ടുള്ള മെച്യൂർഡ് ആയിട്ടുള്ള മെൻ അവർ മാസ്കുലിനിറ്റി പ്രൂവ് ചെയ്യാൻ ശ്രമിക്കാറില്ല. അതായത് മാസ്കുലിനിറ്റി പ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ യങ്ങർ ജനറേഷന്റെ മസ്കുലിനിറ്റി പ്രൂവ് ചെയ്യുന്ന എങ്ങനെയാണ് സിഗരറ്റ് വലിക്കുന്നതായിട്ട് കാണിക്കുക. എപ്പോഴും ഇപ്പോഴത്തെ മാത്രമല്ല ഏത് കാലത്തും യങ്ങർ ജനറേഷൻ അവരൊരു പ്രൂവിംഗ് ഫേസിലാണ്, മസ്കുലിനിറ്റി പ്രൂവ് ചെയ്യണം എന്നുള്ളൊരു ഫേസിലാണ്. സിഗരറ്റ് വലിക്കുക, അല്ലെങ്കിൽ മദ്യവെക്കുക, ബൈക്കിൽ സ്റ്റണ്ട് ചെയ്ത് കാണിക്കുക. അവരെപ്പോഴും ഫ്ലെക്സ് ചെയ്യാനും വാലിഡേഷൻ സീക്ക് ചെയ്യാനുമാണ് ആഗ്രഹിക്കുന്നത്. അത് ഒരിക്കലും അവരുടെ തെറ്റല്ല, അവർ ഏജിന്റെ ആണ്. ഈ ഏജിൽ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം തീർച്ചയായിട്ടും വരാൻ. അല്ലാതെ ഒന്നും കാണാതെ എപ്പോഴും ആ ഒരു ഏജിൽ മാന്യനായിട്ട് ഇങ്ങനെ ഇരുന്ന് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാതെ പോകുന്നതിലും കാര്യമില്ല. ഈ പറയുന്ന പോലെ ഒരു 19-20 വയസ്സിലൊക്കെ മദ്യപിക്കാനും സിഗരറ്റ് വലിക്കാനല്ല ഞാൻ പറയുന്നത്, പക്ഷെ ആ ഒരു ഏജിന്റെ ആയിട്ടുള്ള നല്ല ബൈക്കിൽ പോവുക, അതുപോലെ തന്നെ കുറച്ചതൊക്കെ ഫ്ലെക്സ് ചെയ്യുക, അതൊക്കെ ആ ഏജിലേ പറ്റുള്ളൂ. മദ്യപാനം സിഗരറ്റ് വലിയും അതൊന്നും ഞാൻ ഒരു കാലത്തും സപ്പോർട്ട് ചെയ്യില്ല. പണ്ട് സപ്പോർട്ട് ചെയ്യില്ല, ഇപ്പോഴും സപ്പോർട്ട് ചെയ്യില്ല. ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്തിട്ടില്ല, മറ്റുള്ളവർ ചെയ്യുന്ന ഞാൻ അതിനെ അംഗീകരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പറയുകയില്ല. സോ ബാക്കി അതൊഴിച്ചുള്ള നമ്മുടെ ശരീരത്തിന് ഹാനികരമാകുന്ന രീതിയിലുള്ള ഒഴിച്ചുള്ള ബാക്കി ഫ്ലെക്സി കാര്യങ്ങളൊക്കെ അത് ഏജിന്റെ ആയിട്ടുള്ള ആവശ്യമുള്ള കാര്യമാണ്. നമുക്ക് പലപ്പോഴും വാലിഡേഷൻ സീക്ക് ചെയ്യാൻ തോന്നും, നമുക്ക് പെൺകുട്ടികളുടെ മുമ്പിൽ ഫ്ലെക്സ് ചെയ്യാൻ തോന്നും. അതൊക്കെ ആ ഒരു ഏജിന്റെ ഒരു കാര്യങ്ങളാണ്, അതൊക്കെ തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ്. പക്ഷെ ആ ഒരു സമയത്ത് ഒരു സെൽഫ് ഡൗട്ട് ഫേസിലായിരിക്കും. കാരണം പലപ്പോഴും അവരവരുടെ ഐഡന്റിറ്റിയിലേക്ക് എത്തുന്ന ഒരു ഫേസാണ്. കാരണം വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴായിരിക്കും ഞാൻ ആര്, ഞാൻ എന്താണ് എന്നുള്ളൊരു ക്വസ്റ്റ്യന് ആൻസർ കിട്ടുന്നത്. ഇപ്പൊ നിങ്ങൾ ആ ഒരു ഏജിലുള്ള ഒരു 19, 20, 21 അല്ലെങ്കിൽ 22 താഴെ ഏജുള്ള ഒരു ആൺകുട്ടിയോട് ചോദിച്ചു നോക്കും, നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു നോക്കും. അപ്പം അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ആൻസർ ഉണ്ടാവില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവർ സ്വയം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഫേസാണ്. ഇപ്പൊ എന്റെ ആ ഒരു ഏജ് ടൈമിൽ നോക്കുകയാണെങ്കിൽ ഞാനും എന്നെ സ്വയം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഫേസാണ്. ഇപ്പൊ ഇന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ എനിക്ക് പറയാം ഞാനൊരു ഓൺട്രപ്രീനർ ആണ്, ഞാനൊരു മോഡലാണ്, എനിക്ക് യൂട്യൂബ് ചാനലുണ്ട്, ട്രേഡിങ്, ഇങ്ങനെ എനിക്ക് പല കാര്യങ്ങളും പറയാം. പക്ഷെ എന്റെ ആ ഒരു 20 വയസ്സിലൊക്കെ ചോദിക്കുകയാണെങ്കിൽ അപ്പോഴും ഞാൻ മോഡലിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ കൺസിസ്റ്റന്റ് ആയിട്ട് എനിക്ക് ഇതാണ് ഞാൻ എന്ന് പറയാൻ പറ്റില്ല. കാരണം എനിക്ക് ഭാവിയിൽ മറ്റെന്തെങ്കിലും ഒക്കെ ആകാം, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പല കാര്യങ്ങളിലേക്ക് എനിക്ക് തിരിഞ്ഞു പോകാം, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. പക്ഷെ ഒരു 24-25 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളൊന്ന് സെറ്റിൽ ആവും. ഇപ്പം എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ പറയാം. അപ്പൊ ആ ഒരു 17, 18 മുതൽ 22 വരെയുള്ള ഏജ് ഗ്രൂപ്പിന്റെ ആ ഒരു ഫേസ് എന്ന് പറയുന്നത് ഞാൻ ഈ പറയുന്ന പോലെ സെൽഫ് ഡിസ്കവറിങ് ഫേസ് ആണ്. അപ്പൊ ആ ഒരു ഫേസിൽ നമ്മൾ പല കാര്യങ്ങളും ട്രൈ ചെയ്യും. എന്താകണം അല്ലെങ്കിൽ നമ്മൾ എന്തായി തീരുമെന്ന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ സാധിക്കില്ല. നമ്മൾ പല കാര്യങ്ങളും ട്രൈ ചെയ്യും, അതിൽ ചിലതൊക്കെ ആയിരിക്കും സക്സസ് ആകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ വിദ്യാഭ്യാസം കഴിഞ്ഞിറങ്ങുന്നതായിരിക്കും. ആ ഒരു സമയത്തായിരിക്കും പല എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളും പിന്നീട് പല പല പ്രൊഫഷണലുകളിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ഞാൻ പറഞ്ഞ പോലെ ഒരു സെൽഫ് ഡിസ്കവറിങ് ഫേസ് ആണ്. അപ്പൊ ആ ഒരു ഫേസിൽ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള സ്ട്രെസ് ഇവർക്കുണ്ടാവും. വീട്ടിൽ നിന്നുള്ള പ്രഷർ ഉണ്ടാവും, നാട്ടുകാരുടെ പ്രഷർ ഉണ്ടാവും. കാരണം ഇങ്ങനെ നടന്നാൽ മതിയോ, എന്തൊക്കെയും ചെയ്യണ്ടേ, അതാ ഇതാണ് മറ്റാണ് മറിച്ചാണ്, ജോലി കണ്ടെത്തിയോ, അങ്ങനെ പല പല ചോദ്യങ്ങളാണ്.
സോ ഈ ഒരു ഫേസിൽ ഒരു ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഫേസ് ആണ് 25 വയസ്സിന് മുമ്പ് വരെ എന്ന് പറയാം. മോസ്റ്റ് കേസുകളിൽ 25 വയസ്സാകുമ്പോൾ ഒരുപാട് ആൺകുട്ടികളെല്ലാം സെറ്റിൽ ആവും. പക്ഷെ 29, 30 ഒക്കെ ആയിട്ട് സെറ്റിൽ ആകാത്ത പല ആളുകളും ഉണ്ട്. പക്ഷെ മോസ്റ്റ്ലി ഒരു 25 വയസ്സൊക്കെ ആകുമ്പോൾ അവരെന്താണ് എന്നുള്ളൊരു ക്വസ്റ്റിന് മോസ്റ്റ് പ്രോബബ്ലി എല്ലാവർക്കും ആൻസർ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു ഫേസിലുള്ള ഒരു ആൺകുട്ടിയെ പ്രണയിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുമായിട്ട് റിലേഷൻഷിപ്പിലാവുമ്പോൾ ഒന്നാമത് ഈ ആൺകുട്ടി ഇൻസെക്യൂർ ആണ്. കാരണം അവന്റെ ലൈഫിൽ അവൻ എന്താണെന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ആ ഒരു സമയത്ത് ഈ പെൺകുട്ടിയുടെ ഇമോഷണൽ ബാഗേജ് കൂടെ ക്യാരി ചെയ്യാൻ അവൻ കേപ്പബിൾ ആയിരിക്കും. അപ്പൊ അവനും ആ ഒരു ഇമോഷണൽ സപ്പോർട്ട് വേണ്ട സമയമാണ്. അപ്പൊ അവൻ ചിലപ്പോൾ അവന്റെ ഇമോഷണൽ ബാഗേജ് ഒക്കെ ഈ പെൺകുട്ടിയിലായിരിക്കും അവൻ ചെന്നിറക്കുന്നത്. അപ്പം അത് താങ്ങാൻ തീർച്ചയായിട്ടും പെൺകുട്ടികൾക്ക് അതിനുള്ളൊരു കേപ്പബിലിറ്റി ഒരു മെജോറിറ്റി ഓഫ് ഗേൾസിന് ഉണ്ടാവില്ല. കാരണം അവർ ഇമോഷണലി ഡിപ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ആൺകുട്ടിയാണ്. അവർ ആ ഒരു സെക്യൂരിറ്റി ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു കംഫർട്ട് ആഗ്രഹിക്കുന്നത് ഈ ആൺകുട്ടിയിലാണ്. അപ്പൊ ഇവനും ഇൻസെക്യൂർ ആയിട്ടിരിക്കുന്നു, ഇവളും ഇൻസെക്യൂർ ആയിട്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ആ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുകയും അത് പെട്ടെന്ന് അവസാനിച്ചു പോകുന്നതാണ് സാധാരണ സംഭവിക്കാറ്. പക്ഷെ കുറച്ചുകൂടെ ഓൾഡർ മെനിലേക്ക് വരുമ്പോൾ അവര് മോസ്റ്റ് പ്രോബബ്ലി ഫിനാൻഷ്യലി സെറ്റിൽഡ് ആയിരിക്കും, അതുപോലെ തന്നെ ഇമോഷണലി കുറച്ചുകൂടെ സെറ്റിൽഡ് ആയിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള സെക്യൂരിറ്റിയും ഒരു കംഫർട്ടും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഫീൽ ചെയ്യും. അപ്പൊ ഇയാളുടെ കൂടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് ഒരു സെക്യൂർ ആയിട്ടുള്ള ജീവിതം നയിക്കാൻ സാധിക്കുമെന്ന് ഫീൽ ചെയ്യും. ഇനി മറ്റു കുറച്ച് കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഈ യങ് ഗേൾസ് അല്ലെങ്കിൽ ജെൻസി ഗേൾസ് ഓൾറെഡി അവർക്ക് ആവശ്യത്തിൽ കൂടുതൽ വാലിഡേഷൻ കിട്ടുന്നുണ്ട്, ആവശ്യത്തിൽ കൂടുതൽ അറ്റൻഷൻ കിട്ടുന്നുണ്ട്. അപ്പം ഒരു ദിവസം 20 തവണ ടെക്സ്റ്റ് ചെയ്യുക, റീഅഷുറൻസിനായിട്ട് വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുക, താൻ റീപ്ലേസ് ചെയ്യപ്പെടുവോ എന്നുള്ള ഭയം പ്രകടിപ്പിക്കുക. ഇതൊക്കെ ഒരു വീക്ക്നെസിന്റെ സിമ്പിൾസ് ആയിട്ടാണ് പൊതുവെ പെൺകുട്ടികൾ മനസ്സിലാക്കി. അവർക്കപ്പോൾ വേണ്ട അങ്ങനെ വീക്ക് ആയിട്ടുള്ള ഒരാളെയല്ല, സ്ട്രോങ് ആൻഡ് സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന ഒരു കമ്പാനിയൻ ആണ് അവർക്ക് ആവശ്യം. അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് കാര്യങ്ങളെ കുറിച്ചുണ്ടാവും. അവർ ഡേറ്റ്സ് പ്ലാൻ ചെയ്യും, കുറച്ചുകൂടി ഈസി ആയിട്ട് നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുണ്ടാവും, റെസ്പോൺസിബിലിറ്റി എടുക്കാനുള്ള കഴിവുണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുതിയ ഫെമിനിസ്റ്റ് ചിന്താഗതിയിൽ ഒരു കൺട്രോൾ ടേക്കിംഗ് ആയിട്ടാണ് പറയുന്നതെങ്കിലും പക്ഷേ റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ അതൊക്കെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഗേൾസ് അതിനോട് അട്രാക്റ്റഡ് ആവുന്നത്. അവർക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉള്ള ഒരു കമ്പാനിയനാണ് ആവശ്യം. അടുത്ത ഫേസ് നോക്കുകയാണെങ്കിൽ ഓൾഡർ ഗൈസിലേക്ക് വരുമ്പോൾ ഡെപ്ത് ആൻഡ് ലൈഫ് എക്സ്പീരിയൻസസ് അവർക്ക് കൂടുതലായിരിക്കും. അവർ പലതവണ തോറ്റിട്ടുണ്ടാവും, റിജക്ഷൻസ് വളരെയധികം ഫേസ് ചെയ്തിട്ടുണ്ടാവും, പല കാര്യങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, പിന്നീട് അതൊക്കെ പ്രയത്നിച്ച് നേടിയെടുത്തിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ അവർക്ക് ജീവിതത്തിൽ ഒരുപാട് എക്സ്പീരിയൻസസും ഇമോഷണൽ മെച്യൂരിറ്റിയും ഒരു ഡെപ്തും അവരുടെ ലൈഫിന് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഗേൾസിന് ഒരു ഓതന്റിസിറ്റി ഫീൽ ചെയ്യും അവരോട് സംസാരിക്കുമ്പോൾ, കാര്യങ്ങളൊക്കെ ഒരു ക്ലാരിറ്റി ഫീൽ ചെയ്യും. അടുത്ത കാര്യമാണ് ദേ ആർ നോട്ട് പെഡസ്റ്റലിംഗ് വുമൺ. അതായത് ഒരു റിലേഷൻഷിപ്പിൽ ആയി കഴിയുമ്പോൾ ഇവളാണ് എന്റെ എല്ലാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വെക്കുന്ന ആളുകളല്ല കുറച്ചുകൂടെ ഓൾഡർ ആയിട്ടുള്ള പുരുഷന്മാരെന്ന് പറയാം. അവര് അറ്റൻഷന് വേണ്ടി ബെഗ്ഗിയില്ല, എപ്പോഴും ഇവള് നഷ്ടപ്പെട്ടു പോകുന്നുള്ളൊരു പേടി കാണിക്കില്ല. കാരണം ആ ഒരു പേടിയൊക്കെ ഒരു ഇൻസെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതാണ്. അപ്പൊ അങ്ങനെ പേടി കാണിക്കുമ്പോഴാണ് പലപ്പോഴും റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കാൻ പോകുന്ന അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ അകൽച്ച കാണിച്ച പെൺകുട്ടിയെ വകവരുത്തി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നമ്മള് വാർത്തകളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ കുറച്ചുകൂടെ മെച്യൂർ ആയിട്ടുള്ള അവർ ജീവിതത്തിൽ ഓൾറെഡി ഒരുപാട് എക്സ്പീരിയൻസിലൂടെ വന്നിട്ടുള്ള ആൾക്കാരാണ്. ചിലപ്പോൾ വളരെയധികം ബ്രേക്കപ്പ് നേരിട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ റിജക്ഷൻസ് നേരിട്ടിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് ഇതെന്ന് പറയുന്നത് അത്രത്തോളം ആ ഒരു ഇൻസെക്യൂരിറ്റി അവർ കാണിക്കില്ല. സോ ഐറോണിക്കലി ഇതൊക്കെ അട്രാക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. വീക്ക്നെസ് കാണിക്കാതിരിക്കുക, ഇമോഷണൽ മെച്യൂരിറ്റി കാണിക്കുക, ഇതൊക്കെ സ്വാഭാവികമായിട്ട് അട്രാക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. സൈക്കോളജിക്കലി പറയുമ്പോൾ ലെസ് ചേസിങ് മേക്സ് മോർ ക്യൂരിയോസിറ്റി. നമ്മൾ ഒരാളെ ചേസ് ചെയ്യാതിരിക്കുമ്പോഴാണ് കൂടുതൽ ക്യൂരിയസ് ആവുന്നത്. എന്തുകൊണ്ട് അവൻ എന്റെ പുറകെ വരുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവൻ എന്നെ ഇങ്ങനെ ചേസ് ചെയ്ത് വരുന്നില്ല എന്നുള്ള കൂടുതൽ ക്യൂരിയസ് ആവും. അപ്പൊ കൂടുതൽ അയാളെ പറ്റി അറിയാനുള്ളൊരു ആഗ്രഹം ഉള്ളിലുണ്ടാവും. അപ്പൊ അതൊക്കെ അവര് പോലും അറിയാതെ അട്രാക്ഷൻ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യും. പക്ഷെ ഇതൊക്കെയാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഈ അട്രാക്ഷൻ റോങ് ആയിട്ട് ബിഹേവ് ചെയ്താൽ പോകാനും സാധ്യതയാണ്. അത് എപ്പോഴാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇവർക്ക് എപ്പോഴും ഒരു സെക്യൂർ കമ്പാനിയൻ ആണ് ആവശ്യം. അപ്പൊ ഈ ഓൾഡർ മെൻ കുറച്ചുകൂടെ മെച്യൂർ ആയത് കാരണം അവരൊരു അച്ഛനെ പോലെ ഉപദേശിക്കാൻ തുടങ്ങുക, ഒരുപാട് ലെക്ചേഴ്സ് എടുക്കുക, കൂടുതലായിട്ട് ഐ നോ ബെറ്റർ എന്നുള്ള ഒരു കാര്യം കാണിക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് അട്രാക്ഷൻ നല്ല രീതിയിൽ പോകാനുള്ള സാധ്യതയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, എപ്പോഴും പറയുന്ന പോലെ, ഇവർക്ക് വേണ്ടത് ഒരു ലൈഫ് കോച്ചിനെ അല്ല ആവശ്യം, ഒരു സെക്യൂർ കമ്പാനിയനാണ് ആവശ്യം. അപ്പൊ നിങ്ങളൊരു പേരന്റൽ ലെവലിൽ ബിഹേവ് ചെയ്ത് തുടങ്ങുമ്പോൾ പതിയെ അട്രാക്ഷൻ ഫെയ്ഡ് ആവും. പിന്നെ ജനറേഷണൽ ഡിസ്കണക്ട് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിന്റെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും പറയണം. ഈ ജനറേഷണൽ ഡിസ്കണക്ട് എന്ന് പറയുന്നത് ഓരോ ജനറേഷന്റെയും ഹ്യൂമർ ഡിഫറെന്റ് ആണ്. ഇപ്പൊ നമ്മുടെ അപ്പൂപ്പന്റെ അമ്മൂമ്മയുടെ കാലത്ത് അവർ ആസ്വദിക്കുന്ന പോലുള്ള ഹ്യൂമർ ആയിരുന്നില്ല നമ്മുടെ അച്ഛന്റെ അമ്മയുടെ കാലത്ത് അവർ ആസ്വദിച്ചിരുന്നത്. അതുപോലെ അവര് ഇപ്പൊ കണ്ടു ചിരിക്കുന്ന പല ഹ്യൂമർ ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾക്ക് അത്
വല്ലാത്തൊരു എന്താ ചളിയോ കോമഡി ഇല്ലായ്മ ഒരു ക്രിഞ്ചായിട്ടൊക്കെ തോന്നാറുണ്ട്. അതുപോലെ തന്നെ ഇനി അടുത്ത ജനറേഷൻ വരുമ്പോൾ നമ്മൾ കണ്ട് ആസ്വദിച്ച പല കോമഡികൾക്കും അവർക്കും വളരെ ക്രിഞ്ചായിട്ട് തോന്നും. അപ്പൊ ജനറേഷൻ മാറുന്നതനുസരിച്ച് കോമഡികളുടെ നിലവാരവും ഹ്യൂമറും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാറിക്കൊണ്ടിരിക്കും. അപ്പം ടൂ മച്ച് തന്ത വൈബ് ആയി കഴിയുമ്പോൾ ഈ ജെൻസി പെൺകുട്ടികൾ ആസ്വദിക്കുന്ന രീതിയിലുള്ള കോമഡി ആയിരിക്കില്ല കുറച്ചുകൂടെ ഓൾഡർ ആയിട്ടുള്ള പുരുഷന്മാർ ആസ്വദിക്കുന്നത്. ഇവൻ ആസ്വദിക്കുന്ന തരത്തിലുള്ള കോമഡികളൊക്കെ ഈ പറയുന്ന പോലെ ജെൻസി ഗേൾസിന് കാണുമ്പോൾ വലിയ ക്രിഞ്ച് ഫെസ്റ്റ് ആയിട്ടൊക്കെ തോന്നാൻ സാധ്യതയാണ്. അങ്ങനെയുള്ള അവസരത്തിൽ അട്രാക്ഷൻ ഡൈസ്. അപ്പോൾ റിലേഷൻഷിപ്പിൽ അട്രാക്ഷനും കമ്പാറ്റബിലിറ്റിയും ഒരുപോലെ നിന്ന് പോകണം. ഒരു റിലേഷൻഷിപ്പിലായി കുറച്ച് കഴിയുമ്പോൾ ഒരു എന്താ പറയുന്നത് ഒരു 1-2 വർഷം കഴിയുമ്പോൾ ഫിസിക്കൽ അട്രാക്ഷൻ പതിയെ അവിടെ നിന്ന് മാഞ്ഞു തുടങ്ങും. അത് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും മാഞ്ഞു തുടങ്ങും. പിന്നീട് ആ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കമ്പാറ്റബിലിറ്റിയാണ്. അപ്പോൾ കമ്പാറ്റബിലിറ്റി മാറ്റേഴ്സ് മോർ ദാൻ അട്രാക്ഷൻ ഫോർ എ ലോങ് ടേം റിലേഷൻഷിപ്പ്. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ ഇൻസെക്യൂരിറ്റി ഇൻസ്റ്റന്റ്ലി കിൽസ് അട്രാക്ഷൻ. നിങ്ങൾ ഇൻസെക്യൂർ ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു വീക്ക്നെസ് കാണിക്കുന്ന ഒരു ആൺകുട്ടിയാണെങ്കിൽ അവിടെ അട്രാക്ഷൻ പോയി. വീക്ക്നെസ് കാണിക്കുക എന്ന് പറയുമ്പം എന്താ പറയുന്ന വാലിഡേഷന് വേണ്ടി വീണ്ടും ചേസ് ചെയ്യുക, ഒരു 50 പ്രാവശ്യം മെസ്സേജ് അയക്കുക, എപ്പോഴും ഇവിടെ നിന്ന് ഇട്ടിട്ട് പോകുമെന്നുള്ള പേടി കാണിക്കുക, ഇതൊക്കെ കാണിക്കുന്നവരുടെ ഇൻസെക്യൂരിറ്റിയുടെ ഒരു ലക്ഷണങ്ങളാണ്. ഇങ്ങനെയുള്ള ഇൻസെക്യൂരിറ്റീസ് കാണിക്കുമ്പോൾ ആർക്കായാലും പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കായാലും ഒരു അട്രാക്ഷൻ പോയി. ഇപ്പൊ നിങ്ങളെ തന്നെ ഒരു ആൺകുട്ടികൾ തന്നെ ആലോചിച്ച് നോക്കും. നിങ്ങളൊരു പെൺകുട്ടി എപ്പോഴും ഇവനെ ഇട്ടിട്ട് പോകുക എന്നുള്ള ടോക്സിക് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഇടത്തോട്ടും വലത്തോട്ടും തിരിയാൻ വിടാതെ എപ്പോഴും നിങ്ങളുടെ പുറകെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ശ്വാസം മുട്ടും, നിങ്ങൾക്ക് സഫോക്കേഷൻ ഉണ്ടാവും. അവര് നിങ്ങൾ എത്ര സ്നേഹിക്കുന്ന ആളാണെങ്കിലും ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ചാടി രക്ഷപ്പെടണം എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ചിന്ത വരുന്നത്. അതുപോലെ തന്നെയാണ് ഗേൾസിനും. സോ അങ്ങനെയുള്ള വീക്ക്നെസ്, ഒരുപാട് ഇൻസെക്യൂർ ആയിട്ടുള്ള ബിഹേവിയർ ഒക്കെ പൊതുവെ അട്രാക്ഷനെ നശിപ്പിക്കും. അതുപോലെ തന്നെ ഇമ്മച്യൂർ ആയിട്ടുള്ള ഇമോഷണലി വളരെ വൾണറബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ അട്രാക്ഷൻ കില്ലിംഗ് ആണ്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ ജെൻസി ബോയ്സുമായിട്ട് തന്നെയുള്ള 2-3 റിലേഷൻഷിപ്പിന് ശേഷം കുറച്ചുകൂടെ ഓൾഡർ ആയിട്ടുള്ള ആൺകുട്ടിയുമായിട്ട് റിലേഷൻഷിപ്പിലാകുന്ന പെൺകുട്ടിക്ക് വളരെയധികം വ്യത്യാസങ്ങൾ ഫീൽ ചെയ്യും. കുറച്ചുകൂടെ കംഫർട്ട് ഫീൽ ചെയ്യും, സെക്യൂരിറ്റി ഫീൽ ചെയ്യും, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഫീൽ ചെയ്യും, ലൈഫിന് ഒരു ഡയറക്ഷൻ ഉണ്ടാവുന്ന ഫീൽ ചെയ്യും. ഇതൊക്കെ തന്നെയാണ് ഏജ് ബാരിയേഴ്സ് നോക്കാതെ അവളെ കുറച്ചുകൂടെ മെച്യൂർ ആയിട്ടുള്ള ഓൾഡർ ആയിട്ടുള്ള ആൺകുട്ടിയിലേക്ക് അടുപ്പിക്കുന്നത്. ഇപ്പൊ നമ്മുടെ അച്ഛന്റെ അമ്മയുടെയൊക്കെ കാലഘട്ടത്തിൽ തന്നെ നോക്കുകയാണെങ്കിലും വിവാഹം എന്ന് പറയുന്ന ഒരു ബോണ്ടിങ്ങിനപ്പുറം ഈ പറയുന്ന പോലെയുള്ള കുറെ കാര്യങ്ങൾ അവരുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന പോലെയുള്ള ഏജ് ഡിഫറൻസ് അവിടെ വലിയൊരു രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് ആരും അക്നോളജ് ചെയ്യാത്തൊരു കാര്യമാണ്. പലപ്പോഴും നമ്മുടെ അച്ഛന്റെ അമ്മയുടെയൊക്കെ വിവാഹബന്ധം മുന്നോട്ട് പോകുന്നത് ആളുകൾ അക്നോളജ് ചെയ്യുന്ന അവർ വിവാഹം കുടുംബം എന്ന് പറയുന്ന ഒരു ചട്ടക്കൂടിൽ നിൽക്കുന്നതുകൊണ്ടാണ് എന്നാണ്. പക്ഷെ അത് മാത്രമല്ല, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അതിന് പിന്നിലുണ്ട്. പക്ഷെ അതാരും ഇതിനെപ്പറ്റി അത് അക്നോളജ് ചെയ്ത് കാണാറില്ല. ഇതൊക്കെ ഒരു സ്ട്രോങ് റീസൺ ആയിട്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും പറയാം. പിന്നുള്ളൊരു പ്രയോജനം എന്ന് പറയുന്നത് ഏജ് ഡിഫറൻസ് ഉണ്ടാകുമ്പോൾ ഈഗോ ക്ലാഷസ് താരതമ്യേന കുറവായിരിക്കും. എനിക്കറിയാവുന്ന പല ആളുകളുടെ ലൈഫിൽ തന്നെ നോക്കുമ്പോൾ ഒരു ഏജ് ഡിഫറൻസ് ഉണ്ടാകുമ്പോൾ ഇപ്പൊ പൊതുവെ ഒരു പുരുഷന്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ഒരു പെൺകുട്ടി എന്തെങ്കിലും പറയുക വാശി പിടിക്കുക ചെയ്ത് കഴിഞ്ഞാൽ അവൾ കുറച്ചുകൂടെ യങ്ങറല്ലേ അല്ലെങ്കിൽ ഒരു കുട്ടിയല്ലേ എന്നൊക്കെ ആ ഒരു രീതിയിലുള്ള ചിന്ത വന്നിട്ട് പല കാര്യങ്ങളിലും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാവും. അതുപോലെ തന്നെ തിരിച്ച് പെൺകുട്ടിയുടെ സൈഡിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഒരാൺ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ കുറച്ചുകൂടെ ഏജ് ഉള്ള ആളല്ലേ, അപ്പൊ കുറച്ചുകൂടെ കാര്യങ്ങളെ പറ്റി ചിന്തിക്കാനുള്ള കഴിവുണ്ടാകും, കുറച്ചുകൂടെ കാര്യങ്ങൾ ചിന്തിച്ചിട്ടായിരിക്കും പറയുന്നത് എന്നുള്ള കൺസിഡറേഷൻ ഈ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകും. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ ഒരു റിലേഷൻഷിപ്പ് വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ ഇതൊക്കെ തന്നെ ധാരാളമാണ്. പരസ്പരമുള്ളൊരു കൺസിഡറേഷൻ ഉണ്ടാകുമ്പോൾ തന്നെ അതൊക്കെ ധാരാളമാണ്. പക്ഷേ സെയിം ഏജ് കാറ്റഗറിയിൽ വരുന്ന ഈ പല റിലേഷൻഷിപ്പിലും സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഈഗോ ക്ലാഷസ് അവിടെ ഉണ്ടാവും. ഞാൻ പറഞ്ഞ എന്താ അവന് കേട്ട, അല്ലെങ്കിൽ ഞാൻ പറയുന്ന എന്താ അവക്ക് കേട്ട, അല്ലെങ്കിൽ ചിന്തിക്കും അവനും എന്റെ ഏജ് തന്നെയല്ല, ഞാൻ ചിന്തിക്കുന്ന പോലെ തന്നെയല്ല അവനും ചിന്തിക്കുന്നത്, അപ്പൊ അവൻ പറയുന്നത് കേൾക്കേണ്ട കാര്യം എനിക്കില്ല, അല്ലെങ്കിൽ അവള് പറയുന്നത് കേൾക്കേണ്ട കാര്യം എനിക്കില്ല. ഇങ്ങനെയൊക്കെയുള്ള പല ഈഗോ ക്ലാഷസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. സോ അങ്ങനെ കുറെ നാളിങ്ങനെ തമ്മിൽ തല്ലി വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ അട്രാക്ഷനും പോകും. അവിടെ പിന്നീട് ആ ഒരു റിലേഷൻഷിപ്പിൽ അവർക്ക് പരസ്പരം ദേഷ്യവും വെറുപ്പും ഒക്കെ ആയിരിക്കും പലപ്പോഴും ഉണ്ടാകുന്നത്. അപ്പൊ ടോട്ടലി പറയുകയാണെങ്കിൽ എല്ലാ ആളുകളുടെയും കാര്യമില്ല, മെജോറിറ്റി കുറച്ചൊരു ഏജ് ഗ്യാപ്പുള്ള റിലേഷൻഷിപ്പ് ഒക്കെ കൂടുതൽ കാലം ലോങ് ലാസ്റ്റ് ചെയ്യുന്നതിനുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ്. സോ ജെൻസി ഗേൾസിന് എന്തുകൊണ്ട് ഇപ്പോൾ കുറച്ചുകൂടെ ഓൾഡർ ആയിട്ടുള്ള ആൺകുട്ടികളോട് ഇഷ്ടം തോന്നുന്നു, അല്ലെങ്കിൽ അവരുമായിട്ട് റിലേഷൻഷിപ്പിലാകാൻ അവരെ വിവാഹം കഴിക്കാൻ താല്പര്യം കാണിക്കുന്നു എന്നുള്ളതായിരുന്നു നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഐ ഹോപ്പ് യു ഫൈൻഡ് ദിസ് വീഡിയോ helpful. If you like this video, please like, share and subscribe, and please don't forget to enable the bell button. I'll see you in my next video. I am Adil Hussain, signing off.